ഗൈസ്, എന്തിനാണ് ഈ ന്യൂസിലാൻഡ് സിറ്റിസൺസ് നമ്മുടെ അവിടുത്തെ കുടിയേറ്റക്കാരായ ഇന്ത്യൻ പൗരന്മാർക്കെതിരെ ഇമാതിരിയുള്ള ഈ അലർച്ചകളും കാര്യങ്ങളായിട്ടുള്ള അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ ഇത് ഒരു തരത്തിലുള്ള അപരാധമൊന്നുമല്ല, ഇത് അവരുടെ പ്രതിഷേധമാണ്. അതിന് നമ്മുടെ ഇന്ത്യക്കാരെ അവിടത്തോട്ടെ കുടിയേറ്റക്കാര് അതിന് അർഹരുമാണ്. ഈ പുറം രാജ്യങ്ങൾ തന്നെ എടുത്താൽ പ്രത്യേകിച്ച് യൂറോപ്യൻസ് അവരുടെ മാനേഴ്സിലും ഡിസിപ്ലിന്റെ കാര്യത്തിലൊക്കെ അവർ വൻ ശുഷ്കാന്തി ഉള്ളവരാണ്. അപ്പൊ അതിൽ മുന്നേ അറ്റത്ത് പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ന്യൂസിലാൻഡ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ നമ്മുടെ കൾച്ചറിനും ഫെസ്റ്റിവലിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് നമ്മളെ ഫെസ്റ്റിവൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കൂത്താട്ടങ്ങൾ കാണിക്കാൻ പോയാൽ ഇതുപോലെ സീന് വഷളാകത്തേ ഉള്ളൂ. ന്യൂസിലാൻഡിൽ അവിടുത്തെ സിഖുകാരുടെ കൂട്ടായ്മയാണ് ഈ പ്രശ്നത്തിനൊക്കെ ഇപ്പൊ കാരണമായിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അങ്ങ് ഫ്രാൻസിൽ നമ്മുടെ കുടിയേറ്റക്കാരായ കുറച്ച് ഭക്തന്മാരൊക്കെ ചേർന്ന് അവര് പൊന്നേപൂവെ കറലേന്ന് നോക്കുന്ന അവരുടെ റോഡേ കൂടെയായിരുന്നു അവർ ഈ തേങ്ങ പൊട്ടിക്കൽ ഭക്ത അപരാധമൊക്കെ അന്ന് കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മതഭേദവും ഇല്ലാതെ ഈ സിവിക് സെൻസ് ഇല്ലാതെ കാണിക്കുന്ന ഈ വെളിവില്ലായ്മകൾക്ക് ഏതൊരു കുടിയേറ്റക്കാരായ ഈ ഭക്തമാർഗികളും കണക്ക് തന്നെയാണ്. ഇവിടെ നാട്ടിൽ നിന്നിട്ട് ഒരു ഗതിയും പചഗതിയും ഇല്ലാതെ ഈ വിദേശത്തോട്ട് ചെന്നിട്ട് 4-5 കാശ് കൂടുതൽ സമ്പാദിക്കാന്ന് കരുതി പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെയുള്ള വെറുപ്പീര് പരിപാടി കാണിച്ച് ആ രാജ്യക്കാരെ കൂടെ വെറുപ്പിച്ച് കയ്യെ കൊടുത്ത് അവിടേക്ക് ഈ ജോലി എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം പോകുന്ന ഒട്ടുമിക്ക ഇന്ത്യൻസിന്റെയും കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന കോപ്രായങ്ങളാണ് ഇപ്പൊ ഇവര് കാണിച്ചു കൂട്ടുന്നത്. നേരെ മറിച്ചൊന്ന് ചിന്തിച്ചാലും മതി, ഈ വിദേശത്തുള്ളവർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അവരെ ആചാരവും അനുഷ്ഠാനങ്ങളും വന്ന് ഇവിടെ കിടന്ന് ആടി മുടിപ്പിച്ച് കഴിയുമ്പോ വേറൊരുത്തം വന്ന് ഇവിടെ റോൾ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാരെ നമുക്ക് അത് സഹിക്കൂല. ഇത് തിരിച്ചും ഈ ഭക്ത അനുഷ്ഠാനികൾക്ക് മനസ്സിലാകണ്ടേ, ഇനി തലയിൽ വലിയ ചെളി പൂണ്ട് കിടക്കുകയാണോ മനസ്സിലാകാതിരിക്കുക. ഇതുമൂലം തന്നെയാണ് ഇപ്പൊ പാവപ്പെട്ടവരായ ഈ മലയാളികൾ ഉൾപ്പെടുന്ന കുറെ ഇന്ത്യൻസിന് ഈ വിദേശത്തോട്ട് ന്യൂസിലാൻഡിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലായാലും യുവന്മാരുടെ ഈ കന്നന്തിരികളൊക്കെ കൊണ്ട് തന്നെ വിസ അവിടെ അവര് റദ്ദാക്കിക്കൊണ്ട് ഇപ്പൊ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് ഒന്ന് പറയാനുള്ളത്, ഏത് മതത്തിന്റെ ആയാലും അവരുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നല്ലതാണ്. അത് പേഴ്സണലി ആവുക, അല്ലെങ്കിൽ അല്ലാതെ ഈ പബ്ലിക്കലി മറ്റുള്ളവർക്ക് ഹരാസ്മെന്റ് ആവുന്ന തരത്തിൽ ആകരുത്. ഏത് വിദേശ രാജ്യത്തോട്ട് പോയാലും പൈസ സമ്പാദിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെ മാത്രം അങ്ങോട്ട് പോവുക, തിരിച്ച് നാട്ടിലേക്ക് വരിക, ഇല്ലാച്ച അവിടെ തന്നെ നല്ല രീതിക്ക് സെറ്റിൽ ആവാൻ നോക്കുക. അല്ലാണ്ട് പിന്നെ ഇവിടത്തെ പോലെ കുറെ കൊനിഷ്ഠ പരിപാടികൾ അവിടെ ചെന്ന് ഒപ്പിക്കാൻ നോക്കരുത്.